ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ കാണുന്ന ചുരിദാറിൻ്റെ ടോപ്പ് നമ്മൾ ജീൻസിൻ്റെ ടോപ്പാക്കി മാറ്റാൻ പോവാം. എങ്ങനെയാണെന്നല്ലേ, ഭയങ്കര ഈസിയാന്ന് നോക്കിക്കോ. ചുരിദാറിൻ്റെ ടോപ്പ് നമ്മൾ രണ്ടാക്കി മടക്കിയിട്ടു. എന്നിട്ട് എത്ര ലെങ്ത്ത് നിങ്ങൾക്ക് വേണം അത് മാർക്ക് ചെയ്യാം. എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി എന്താ ചെയ്യുക, ഈ സ്ലീവ്സിന് ഇത്രയും ലെങ്ത്ത് ആവശ്യമില്ല. ജീൻസിൻ്റെ ടോപ്പല്ലേ വെക്കുക, അപ്പോൾ ചുരിദാറിൻ്റെ ആ ഒരു നമുക്ക് സ്ലീവ്സ് വേണ്ട. അപ്പോൾ ആ നേരെ ഷോൾഡറിൻ്റെ ആ ഭാഗത്തേക്ക് തന്നെ കറക്റ്റ് മടക്കിയിട്ടിട്ട് നമ്മുടെ ആം ഹോൾ ജോയിൻ ചെയ്യുന്ന അവിടുന്ന് 2 ഇഞ്ച് മുകളിലേക്ക് എടുത്തിട്ട് കട്ട് ചെയ്യണം കേട്ടോ, വരച്ചിട്ട്. ഇതാ ഞാൻ മെഷർ ചെയ്ത് കാണിക്കാം. മുകളിൽ 5 ഇഞ്ചും താഴെ ആം ഹോൾ ജോയിൻ ചെയ്യുന്ന അവിടെ 2 ഇഞ്ചും കേട്ടോ. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തില്ലേ, ഈ സ്ലീവ്സിൻ്റെ ആ ഫാബ്രിക്ക് നമ്മൾ ഒരു 3 ഇഞ്ച് വിഡ്ത്തിൽ കട്ട് ചെയ്യാം. അതുകൊണ്ട് നമുക്കൊരു പരിപാടിയുണ്ട്. കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം. ഇനി എന്താ ചെയ്യുക, ഈ കട്ട് ചെയ്തിടുക, ഈ ഫാബ്രിക്ക് നമ്മൾ ജോയിൻ ചെയ്യുക. കുറച്ച് ലെങ്ത് ആവശ്യമുണ്ടേ. എന്നിട്ട് എന്ത് ചെയ്യണം, ഇതിൽ ഫ്രിൽസ് ഇടുക. ചെറിയ ചെറിയ ഫ്രിൽസ് ഇട്ട് കൊടുക്കുക. നമ്മൾ രണ്ടാക്കി ഒന്ന് മടക്കി അടിക്കണം കേട്ടോ. ഇതാണ് നമ്മൾ കട്ട് ചെയ്തത്. നമ്മുടെ സ്ലീവ്സ് അവിടേക്ക് നമ്മൾ ഈ ഫ്രിൽസ് ജോയിൻ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യണം, നല്ല വശങ്ങൾ ഒരുമിപ്പിച്ചിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഇനി നേരെ വെച്ചിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് അങ്ങനെ ഇരുന്നോളൂ. അങ്ങനെ സ്ലീവ്സിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. 2 സ്ലീവ്സും തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇത് ടോപ്പിൻ്റെ ലോവർ പോർഷനാണ്. ഇതൊന്നും മടക്കി തയ്ക്കണം. ഇനി നമ്മുടെ സ്ലീവ്സോടെ ഒന്ന് ജോയിൻ ചെയ്ത് ഷേപ്പ് ഓൾറെഡി ഉണ്ട് എങ്കിലും വെറുതെ ഒരു സ്റ്റിച്ച് അങ്ങ് എൻഡിങ് വരെ കൊടുത്തേക്കാം. ഒരു സമയത്ത് ഇത് ഡെയിലി വെയർ കാറ്റഗറിയിൽ ഈ ഒരു കുർത്തി ഭയങ്കര ട്രെൻഡിങ്ങിലായിരുന്നു. പക്ഷെ ഇപ്പം എനിക്കിത് ഇടാൻ ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാനിത് ജീൻസിൻ്റെ ടോപ്പാക്കിയത്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.